അതല്ല സംഭവം അറിയാമോ, എന്റെ നല്ല സാധനമൊക്കെ ട്രെയിലറിൽ വിട്ടു, അപ്പുവിന്റെ നല്ല സാധനങ്ങളൊക്കെ സിനിമയിലുണ്ട്. അപ്പൊ അത് തിയേറ്ററിൽ വരും, എന്റെ എല്ലാം തീർന്നു. ബുദ്ധിപരമായി എന്നെ ഒതുക്കിയതാ, മനസ്സിലായില്ലേ? എന്റെ ട്രെയിലറിലേ ഉള്ളൂ, സിനിമയിൽ കുറവാണ്. പക്ഷെ അതിൽ നമ്മൾ കാണുന്ന ഒരു കമന്റ്സിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചേട്ടൻ നന്നായിട്ട് പണി എടുപ്പിച്ചിട്ടുണ്ട് എന്ന് കാണുന്നത്. അവൻ നന്നായി പണിയെടുത്തിട്ടുണ്ട്, അതാണ്. പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ നമുക്ക് പണിയെടുപ്പിക്കാൻ പറ്റൂല. മ്യൂസിക് കിട്ടാം. അവന്റെ ഈ സാധനല്ലേ ജറവണ്ണ. അയ്യോ കഴിഞ്ഞു കഴിഞ്ഞു, എന്റെ ഇത്രയേ ഉള്ളൂ. ശരി, ഓക്കെ. അപ്പം ഇതിലെ ക്യാരക്ടർ എന്താ? ചോദിക്കല്ലേ, ആ കണ്ടതാണ് എന്റെ ക്യാരക്ടർ, ആ ട്രെയിലറിൽ കണ്ടത്. അല്ല കൂടുതൽ പറയരുത്, എന്നോടൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് വന്നത്. പിന്നെ എന്തിനാ എന്നെ വിളിച്ചോണ്ട് വന്നത് എനിക്കറിയില്ല. അപ്പൊ അതെ, അതാണ് വൈബാണ് ഞങ്ങക്ക് വേണ്ടത്. വൈബ് മാത്രം മതി, അതെ. കഥ പറയരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പാലിക്കുന്നുണ്ട് കേട്ടോ വാക്ക്. അതെ, ക്യാരക്ടർ ഇങ്ങനെ ഓക്കെ. അടുത്ത ചോദ്യം. ഇപ്പം പ്രണവ് മോഹൻലാൽ ഹൃദയത്തിന് ശേഷം ഇപ്പൊ വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുകയാണ്. അപ്പം എന്തുകൊണ്ട് ഞാനൊരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു, പ്രണവ്, ധ്യാൻ, നിവിൻ ഇവർ 3 പേരും മസ്റ്റ് ആയിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഇവരില്ലെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതെന്തായിരുന്നു അങ്ങനെ പറയാനുള്ള ഒരു റീസൺ? അല്ല, ഇവരെ 2-3 പേരെ മനസ്സിൽ കണ്ടിട്ടാ ഇത് എഴുതിയ ആ ക്യാരക്ടേഴ്സ്. അപ്പോൾ എഴുതുന്ന സമയത്ത് നമുക്ക് ആരാണോ മനസ്സിലുള്ളത് അവർക്കനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ഡയലോഗ്സ് ആണെങ്കിലും അവരെങ്ങനെ പെർഫോം ചെയ്യുന്ന മനസ്സിൽ കണ്ടിട്ടാണല്ലോ നമ്മൾ എഴുതുന്നത്. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഇവരെ അല്ലാതെ വേറൊരാളെ ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ അതിങ്ങനെ ഫീൽ ചെയ്തു. അതാണ് ഇപ്പോൾ ഇവരില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തോന്നി തുടങ്ങി. അതുകൊണ്ടാണ്. ഇപ്പോൾ എങ്ങനെയുണ്ടായി പ്രണവായിട്ടുള്ള ആ ഒരു കോംബോ? നേരത്തെ അറിയുന്ന ആൾക്കാരാണ്, ചെറുപ്പം മുതലേ? ഞങ്ങൾ ഈ സെറ്റിൽ വെച്ചിട്ടാണ് ആക്ച്വലി എന്താ പറയണ്ടത്, പണ്ട് ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ശരിക്കും പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതൊക്കെ ഈ സെറ്റിൽ വെച്ചിട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നമ്മളെ ലുക്ക് ടെസ്റ്റ് പോലെ ഒരു കോസ്റ്റ്യൂം ട്രയൽ ഉണ്ടായിരുന്നു. അന്നാണ് ഞങ്ങള് ആദ്യമായിട്ട് എനിക്കൊന്ന് സംസാരിക്കുന്നത്. അപ്പോ നേരത്തെ ഞങ്ങൾക്കൊന്നും ചെറുപ്പത്തിൽ അങ്ങനെ പ്രണവായിട്ട് അങ്ങനെ ഒന്നും പ്രണവ് എനിക്കൊന്ന് ആ സമയത്ത് ബോർഡിങ്ങിലും അവിടെ സ്കൂളിലൊക്കെ പഠിച്ചതൊക്കെ. അപ്പൊ നമ്മൾ ആ സമയത്തൊന്നും നമ്മുടെ ചെന്നൈയിലുള്ള സമയത്ത് അപ്പൊ അവിടെ ഇല്ല, എനിക്കൊന്ന് ഊട്ടിയിലോ പഠിച്ചോണ്ടിരുന്നു. അപ്പോ ചെറുപ്പത്തിൽ കണ്ട ഓർമ്മയും ഇതൊക്കെ ഉള്ളു. അപ്പൊ ഞങ്ങള് ഈ കോസ്റ്റ്യൂം ട്രയലിന്റെ സമയത്താണ് കാണുന്നതൊക്കെ. അപ്പൊ എനിക്കൊന്ന് ഫസ്റ്റ് നമ്മള് ഏട്ടനൊരു നറേഷൻ തന്ന സമയത്ത് അന്ന് അപ്പു ഓൾറെഡി കഥ കേട്ടതാ. അപ്പു വന്ന് പക്ഷെ അവിടെ വന്ന് ഇരുന്നു. അപ്പൊ വന്ന് ഫസ്റ്റ് അപ്പുവിന് ഓൾറെഡി നറേഷൻ കൊടുത്തു, പക്ഷെ അപ്പു വന്നിട്ട് അവിടെ വന്നിരുന്നു. വീണ്ടും ഒരു 3 മണിക്കൂർ നമ്മൾ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അപ്പം പോയിട്ട് മാറിയെന്ന് കുറച്ച് നേരം സംസാരിച്ചു. അതായിരുന്നു ഫസ്റ്റ് കണ്ടത്. പിന്നെ ഫസ്റ്റ് ഡേ നേരെ കാണുന്ന അതൊരു ഷൂട്ടിന് എനിക്ക് തോന്നുന്നു 2 ദിവസം